ലൈംഗിക ആരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് അനുകൂലമായി മൊഴി നൽകിയ ജീന സജിയെ കേന്ദ്രീകരിച്ച് വിവാദം. ജീന സജി യൂത്ത് കോൺഗ്രസ് നേതാവല്ല എന്ന് കോട്ടയം ജില്ലാ നേതൃത്വം വിശദീകരിച്ചു. ജീന സജിക്ക് പിന്നിൽ ആരാണ് എന്ന ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് VD സതീശന്റെ പ്രതികരണം. ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ നിരവധി പരാതികൾ രാഹുലിനെതിരെ പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ജീന സജിയുടെ പരാതി DGPക്ക് ലഭിക്കുന്നത്. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സൂചന നൽകുന്നതായിരുന്നു പരാതി. ഇതിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് വിശദീകരിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയെന്ന വിവരം പുറത്തുവന്നത്. മൊഴി നൽകിയത് പരാതിക്കാരിയായ ജീന സജിയാണെന്ന സൂചനകളും പുറത്തുവന്നു. ഇതോടെയാണ് ജീന സജിയെ തള്ളി യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി എത്തിയത്. ഇവർക്ക് യൂത്ത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഗൗരി ശങ്കറിന്റെ വാദം. DGPക്ക് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. രാഹുലിനെതിരെയുള്ള നടപടി ആവശ്യം ശക്തമായിരുന്നുവെന്നും ഒരുമിച്ചുള്ള തീരുമാനമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളുമായി ബന്ധമുള്ള ആളാണ് ജീന സജി എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നത്. ജീന സജിക്കെതിരെ വഞ്ചനാ കേസുകൾ അടക്കമുള്ളതായും ആരോപണമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.